കണ്ണൂർ ജില്ലയിൽ സർക്കാർ സ്കൂളുകൾ പൂട്ടിയതിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ അറിയാതെ സ്കൂളുകൾ പൂട്ടാൻ കഴിയില്ല, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നാലും ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ പൂട്ടുന്നത് ഗവൺമെൻറ് നയമല്ല. കണ്ണൂർ ജില്ലയിലെ ചില സ്കൂളുകളുടെ കാര്യമാണ് ഇത് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊരു അടിയുന്ന റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കും. സാധാരണഗതിയിൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് മാത്രമേ പൂട്ടാൻ വേണ്ടി പാടുള്ളൂ. ഗവൺമെൻറ് അറിയാതെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ പൂട്ടിയ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള പൂട്ടിയതിനുള്ള അംഗീകാരം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നാലും കണ്ണൂരിലെ സ്കൂളുകൾ പൂട്ടിയ വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. 24 ഒരു ഇമ്പാക്ട് കൂടിയാണ് ഇപ്പോൾ ഇത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പുറത്തുവിട്ടൊരു വാർത്തയാണിത്. ഈ രീതിയിൽ സ്കൂളുകൾ പൂട്ടിയ വിഷയം, അതിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നു സർക്കാർ അറിയാതെ അത്തരത്തിൽ സ്കൂളുകൾ പൂട്ടാൻ കഴിയില്ല എന്ന് പറയുന്നതൊരു മന്ത്രി തന്നെയാണ്. അപ്പോൾ അങ്ങനെ പൂട്ടിയെങ്കിൽ അവിടെ എവിടെയോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തവുമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ പൂട്ടാനിടയായ സാഹചര്യം എന്താണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? മന്ത്രി ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പരിശോധന ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. പ്രജിൻ, കണ്ണൂർ ജില്ലയിൽ പൂട്ടിയത് സർക്കാർ സ്കൂളുകളല്ല, 8 എയ്ഡഡ് സ്കൂളുകളാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെയാണ് 8 എയ്ഡഡ് സ്കൂളുകളാണ് കണ്ണൂർ ജില്ലയിൽ അടച്ചുപൂട്ടിയത്. നമുക്ക് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അറിയാം. ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള മികവുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനമാണ് കേരളത്തിലുള്ളത്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതിനിടയിൽ തന്നെ ഇത്തരം പലയിടങ്ങളിലായി ചില സ്കൂളുകൾ, വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ട്. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഈ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള പ്രധാന കാരണമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ സാധിച്ചത് അതിൽ വിദ്യാർത്ഥികളുടെ കുറവ് തന്നെയാണ്. വിദ്യാർത്ഥികൾ പല സ്കൂളുകളിലും പൂർണ്ണമായി വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യത്തിലൊക്കെയാണ് ഈ 8 സ്കൂളുകൾ പലയിടങ്ങളിലായി പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ 3 മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ്, ധർമ്മടത്ത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം? നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ വിദ്യാർത്ഥികൾ വരാതിരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മാനേജ്മെൻറ്റ് ഒരു ശ്രമം നടത്തുന്നില്ല, ഈ സ്കൂളുകൾ കൃത്യമായി മികവോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പല മാനേജ്മെൻറ്റുകളും വീഴ്ച വരുത്തുന്നു എന്നുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ ആ കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ എയ്ഡഡ് സ്കൂളുകളിലേക്കൊന്നും വിദ്യാർത്ഥികൾ വരാത്തത്? ഇതൊക്കെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചില കമൻറ്റുകളൊക്കെ വന്നത്, ഇതൊന്നും സർക്കാർ സ്കൂളുകളല്ലല്ലോ, എയ്ഡഡ് സ്കൂളുകളല്ലേ, അപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ മാനേജ്മെൻറ്റിൻ്റെ മാത്രം വീഴ്ചയാണ് എന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഇതിൽ ആവശ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുമുള്ളത്. ഈ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാർ അറിയാതെ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല, അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പക്ഷേ കണ്ണൂർ ജില്ലയിലെ മാത്രം കണക്കാണ്. സംസ്ഥാനത്താകെ ഒരു പരിശോധന വേണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. വ്യക്തമാണ്. എന്നാലും എയ്ഡഡ് സ്കൂളാണ്, സർക്കാർ സഹായത്താൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അത് മാനേജ്മെന്റിന്റെ മാത്രം തീരുമാനത്തിൽ പൂട്ടാൻ കഴിയില്ല എന്നതാണ് മന്ത്രി ആ പ്രതികരണത്തിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെ അത് പൂട്ടി, അതിന് പിന്നിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന്, അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ആ രീതിയിൽ പ്രതികരിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.